മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമെന്ന് ചങ്കുറപ്പോടെ നേതൃത്വം പറയുന്നു. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറയുന്നു. എന്ത് തോന്നുന്നു? താങ്കളുടെ കൂടെയുള്ളവരാണ് ഈ യുവാക്കളെല്ലാം തന്നെയും പ്രതീക്ഷിക്കുന്നു ഇവരെയൊക്കെ പേരുകൾ സ്ഥാനാർത്ഥിത്വത്തിൽ. ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രീസിഡൻസ് നോക്കിയാൽ മതി. ഇന്ന് കാണുന്ന താരങ്ങളെ പോലെ തിളങ്ങി നിൽക്കുന്ന നേതാക്കന്മാർ, ഷാഫി പറമ്പിലായിരുന്നാലും ഹൈബി ഈഡനായിരുന്നാലും വി.ടി. ബൽറാമായിരുന്നാലും, ഇങ്ങനെ ഒരു യുവനിരയെ സൃഷ്ടിച്ചത് കോൺഗ്രസ് പാർട്ടിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെയും പറയാം. തീർച്ചയായിട്ടും രാഹുലും അതിൽ പെടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും യുവ നേതാക്കന്മാരെ സൃഷ്ടിച്ച ഒരു പാർട്ടി വേറെ പാർട്ടികളെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ അവരുടെ യുവ നേതാക്കന്മാർ പോലും പലപ്പോഴും കോൺഗ്രസ്സിൽ ഇങ്ങനെ നടക്കുന്നില്ലേ എന്ന് അവരുടെ നേതൃത്വത്തെ നോക്കി ചോദ്യം ചെയ്യുമ്പോഴും കോൺഗ്രസ് പാർട്ടി അങ്ങനെ കൈപിടിച്ചുയർത്തി കൊണ്ടുവന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും ഇനിയും തുടരാൻ പോകുന്നത്. അത് തുടരുകയും ചെയ്യും. നമുക്കറിയാം, ഞാൻ KSU സംസ്ഥാന ഭാരവാഹിയായിരുന്ന സമയത്തുണ്ടായിരുന്ന കെ എം അഭിജിത്ത്, അതെ, അതുപോലെ തന്നെ അബിൻ വർക്കി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജനീഷ് ചേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. നമ്മുടെ കണ്ണൂരിലുള്ള അലോഷി KSU പ്രസിഡന്റ് ആയിട്ടുള്ള അലോഷി, അതുപോലെ തന്നെ കമ്മിറ്റിയുള്ള ഷമ്മാസ് ഉണ്ട്, ആൻ സെബാസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ. അരിതാ ബാബു, ഇപ്പൊ പുതിയതായി കടന്നു വന്ന KSU കടന്ന വൈഷ്ണ സുരേഷ് ഉൾപ്പെടെ, അതെ, വൈഷ്ണവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ അർഹതപ്പെട്ട വൈബ്രന്റ് ആണ്. ഞാൻ ഈ പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. അല്ലാതെ ഇത് അന്തിമമായി തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പക്ഷെ പാർട്ടി ആ ലൈനിൽ കൂടെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ആ ആശങ്കയില്ല. യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ ഒരുപാട് പരിഗണിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, അതിലൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഏർക്കിൻ്റെ ഒരു ചോദ്യം ചെയ്യാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ ഇത്രയും യുവാക്കളുടെ പേര് പറഞ്ഞു, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വേള എൻ്റെ ഓർമ്മയിൽ യുവാക്കളായിട്ടുള്ള നേതാക്കളെ, കാര്യം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള യുവാക്കളായ നേതാക്കൾ ശർമ്മ ഉണ്ടായിരുന്നു, S. ശർമ്മ, M. വിജയകുമാർ എന്ന് പറയുന്ന നേതാവ്, V. ശിവൻകുട്ടി. ഈ V. ശിവൻകുട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ തല്ല് നല്ലോണം കൊണ്ടൊരു നേതാവാണ്. ശരി, അതൊക്കെ ഇവിടെ ഇരുന്നിട്ട് അത് അവരുടെ രാഷ്ട്രീയം. എന്തുകൊണ്ട് ഇടത് രാഷ്ട്രീയത്തിലെ സനോജിനെയൊന്നും അങ്ങനെ വസീഫിനെയൊന്നും ജനം അത്ര കണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ സമരമുഖത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ സമരത്തിനുണ്ടാകില്ല. പക്ഷെ അവർ ജനങ്ങൾക്ക് വേണ്ട സമരമുഖത്ത് ഒരു പൊതിച്ചോറ് കൊടുക്കുന്നിടത്ത് മാത്രമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവരില്ല എന്ന് തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അതിൽ തെറ്റുണ്ടോ? അല്ല, ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ല നമ്മൾ ഒരു സ്നേഹം വരേണ്ടതും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ. KSU കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ഭരണത്തിലാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ നിറം നോക്കിയിട്ടാണോ പ്രതികരിച്ചിട്ടുള്ളത്? KSUവിൻ്റെ പല സമരങ്ങൾ എടുത്തു നോക്കൂ, യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങൾ എടുത്തു നോക്കൂ. VS ജോയ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എത്രയോ പ്രാവശ്യം VS ജോയ് ഓൾറെഡി കഴിഞ്ഞ് മത്സരിച്ച പക്വതയുള്ള നേതാവാണ് അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, VS ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അബ്ദുൾ റബ്ബ് മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി, എനിക്കിന്നും ഓർമ്മയുണ്ട്, വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു മന്ത്രി. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നിറം അല്ല പ്രശ്നം. നമ്മുടെ ചിന്താശേഷിയും നമ്മുടെ നട്ടല്ലും നമ്മൾ ആർക്കും പണയം വെക്കാതിരിക്കുക. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ KSU യൂത്ത് കോൺഗ്രസ് എത്രയോ പ്രാവശ്യം വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ക്യാമ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, DYFI എത്രയോ ക്യാമ്പുകൾ നടത്തി. പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതകളെപ്പറ്റി എപ്പോഴെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? പേടിക്കും. നമ്മുടെ സ്വരാജ്, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞു സഖാവ് VS പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ഒരു യജമാനനോടുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അത്രയൊന്നും വേണ്ട. പിണറായി വിജയൻ ചെയ്യുന്നത് ശരിയല്ല, പരിശോധിക്കപ്പെടണം എന്നെങ്കിലും പറയാൻ നട്ടുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ താങ്കൾക്ക് കാണിച്ചു തരാൻ കഴിയും? ഇല്ല, എനിക്ക് വളരെ ഒരു പ്രയാസമുണ്ട്. കാര്യം നമ്മളൊരു സമൂഹ ജീവനാണ്, മനുഷ്യരാണ്, നമ്മൾ പൊതുജനങ്ങളിൽ നിൽക്കുന്നവരാണ്. ഇല്ല, എനിക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇവരാരെയും ഇപ്പം അങ്ങനെ ഒരു നേതാവായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ എനിക്ക് അതിൽ തന്നെ പറഞ്ഞതിൽ തന്നെ ഞാനൊരു ഉപചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ യുവാക്കളില്ല എന്ന് പറയുന്നു.
എല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കാനായി സഖാക്കളെ വീടുകളിലേക്ക് പറഞ്ഞയക്കുന്നു. അല്ലേ? സഖാക്കളെ വീടുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വീട്ടുകാർ പറയുന്നതിന് മറുപടി പറയാനായിട്ട് നിങ്ങൾ ചീത്ത വിളിക്കരുത്, അവർ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഉത്തരമായി ഗോവിന്ദ മാഷിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കണ്ടെത്തൽ എന്തെന്നറിയോ? ജനങ്ങൾ പറഞ്ഞു പാർട്ടി ജനങ്ങളുമായി അകന്നു കഴിഞ്ഞു എന്ന്. എന്ത് തോന്നുന്നു? അല്ല, അവരെ ആ കണ്ടെത്തൽ താങ്കൾ പറഞ്ഞ ആ മറുപടിയിലാണ് ഞാനിത് പിടിച്ചിരിക്കുന്നത്, ഈ ചോദ്യം പിടിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞ മറുപടി വളരെ റെലവൻ്റ് ആണ്. അവർക്ക് ആ നഗ്നസത്യം മനസ്സിലായല്ലോ. അപ്പോൾ ആ തരത്തിലോട്ട് CPM തരം താഴ്ന്നുവെന്നും ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഓൾറെഡി വെന്റിലേറ്ററിലായി കഴിഞ്ഞു, വാലറ്റം വങ്കിലായി. അതെ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആർക്കാണ് ഇനി രക്ഷിക്കാൻ കഴിയുക? ഈ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകം തന്നെയല്ലേ നമ്മുടെ എല്ലാവരും ബഹുമാനിക്കുന്ന അയ്യപ്പസ്വാമി പോലും ഇവർക്കെതിരല്ലേ? അല്ല, ആഗോള അയ്യപ്പ സംഗമം നടത്തി ഒരു ആന കള്ളത്തരമാണ് കാണിക്കുന്നത് എന്ന് എന്തൊക്കെയായാലും നമ്മൾ പിന്നെ ഒരു ശക്തിയുണ്ട്. അത് എന്തുകൊണ്ടാണ് എല്ലാവരും എനിക്ക് ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന ഈ വിഷയം വളരെ ആശ്ചര്യപ്പെടുത്തില്ല. കാരണം ആ ഒരു സിസ്റ്റത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവല്ലേ പിണറായി വിജയൻ. അവിടെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് സ്ത്രീകളെ കയറ്റാൻ ശ്രമിക്കുന്നു. സുപ്രീം കോടതി അങ്ങനെ പറയാനായിട്ട് ഇടവരുത്തിയതാരാ? രാഹുൽ ഈശ്വരൊക്കെ ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞിട്ടുള്ളതല്ലേ. എങ്ങനെ സുപ്രീം കോടതിയിൽ അങ്ങനെ പറയേണ്ട ഒരു, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചേട്ടൻ ഒരു കേസ് കോടതിയിൽ വന്നു, ചേട്ടൻ തോക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റിനെ വെക്കുമോ? ഒരിക്കലുമില്ല. എൻ്റെ അഡ്വക്കേറ്റിനെ ഞാൻ പറഞ്ഞിട്ട് നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടി പോകുന്ന അഡ്വക്കേറ്റ് അതുപോലെ സംസാരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയ്യപ്പസ്വാമിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ അവിടുത്തെ സ്വർണവും അതുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ അഭിജിത്തെ ഒരു കാര്യം കൂടെ, അല്ല അഭിജിത്ത് സോറി എനിക്ക് ഒരു കാര്യം കൂടെ, അതായത് നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ യാത്ര ഓർമ്മയുണ്ടല്ലോ, ഏത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എന്ത് യാത്രയായിരുന്നു? നവകേരള യാത്ര. 2 ചെറുപ്പക്കാരെ തല്ലിയ രംഗം ഓർമ്മയുണ്ടല്ലോ. ആ ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ അറിയും. ആ ചെറുപ്പക്കാർ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവർ ഇലക്ഷനൊക്കെ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ രംഗത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ അദ്ദേഹം തല്ലിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ജീവൻ രക്ഷാ പ്രവർത്തനം. എനിക്ക് അഭിനയിച്ച് കാണിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലേ? ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതല്ലേ? അതൊക്കെ ജനം ഓർത്തത് കൊണ്ടല്ലേ ഇത്രയും കനത്ത പ്രഹരം ജനങ്ങൾ നൽകിയത്? ഒരു കാലത്ത് സംഭവിക്കാത്ത രീതിയിലുള്ള പ്രഹരമല്ലേ കൊടുത്തു? നമ്മൾ പേടിച്ചു പോയില്ലേ? പിന്നെ ചെടിച്ചട്ടി എടുത്ത് അടിക്കുക, അതിനെ ന്യായീകരിക്കുന്നു എന്ന് ആലോചിച്ചു. ഇപ്പോൾ അവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ന്യായീകരണ യാത്രയായിട്ട്. ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരണ യാത്ര നടത്തുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാരെ തല്ലിയ പിണറായിയുടെ പോലീസ് ഓർക്കണം ഇവിടുത്തെ സമൂഹം, കേരള സമൂഹം മറക്കാൻ പാടില്ലാത്ത ഏറ്റവും നോവുണർത്തുന്ന ഒരു കാഴ്ചയാണ്. എനിക്കത് മറക്കാൻ പാടില്ല എന്ന് തന്നെ, താങ്കളൊരു യുവാവാണ്, താങ്കൾക്ക് പറയാൻ കഴിയില്ലേ? മാറി സാർ തല്ലരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, മാത്രമല്ല ആലപ്പുഴയിൽ എത്രയോ നേതാക്കന്മാർ. അല്ല, ഞാൻ അങ്ങനെ ഓരോ രംഗവും പറയുകയാണ്. പിന്നെ ആരോഗ്യവകുപ്പ് നിങ്ങൾ കണ്ടു, ഗുരുവായൂർ ആ ചെറുപ്പക്കാരനെ മുണ്ടഴിച്ച് പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ തല്ലുന്ന രംഗം. മറക്കണോ? പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സംഘമായി മാറിക്കഴിഞ്ഞില്ലേ? ഈ യജമാനൻ നല്ലതല്ലെങ്കിലേ, ഞാൻ പഠിച്ച എൻജിനീയറിംഗ് കോളേജിലെ HOD ഞങ്ങളോട് പറയും, കൃത്യസമയത്ത് ക്യാമ്പസിലെത്തണം, കോളേജ് ക്ലാസ്സിൻ്റെ അകത്തുണ്ടാവണം. ഞങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് HOD ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹം ഞങ്ങളുടെ HOD രാമകൃഷ്ണൻ സാറായിരുന്നു, അദ്ദേഹം എപ്പോഴെങ്കിലും ലേറ്റായിട്ട് കോളേജിൽ വരുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് തന്നെയല്ലേ പോലീസ് സംവിധാനത്തിൽ നടക്കുന്നത്. DGPയോടോ ഒരു സർക്കിൾ ഓഫീസറിനെ പോലും മുഖ്യമന്ത്രിക്ക് വിളിച്ചാൽ സർക്കിൾ ഓഫീസർ ചിലപ്പോൾ ചോദിക്കും, താങ്കൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ? അല്ല, അവരൊക്കെ മടുത്തിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇത്തരത്തിൽ മറക്കാൻ കഴിയാത്ത നിരവധി ദ്രോഹങ്ങൾ, ജനദ്രോഹം നടത്തിയ ഈ സർക്കാർ
പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അല്ലേ? അപ്പോൾ അവർക്കുള്ളൊരു ഈ കിരാത വാഴ്ചയ്ക്കെതിരെ നൽകുന്നൊരു മറുപടി കൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ കിരാത വാഴ്ചയ്ക്കെതിരെ നിർത്തുന്ന സിമ്പലുകളാണ് ഞങ്ങളുടെ ചെറുപ്പക്കാർ എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറയുന്നത് എന്നാണ് ഒരു സാധാരണ സമൂഹജീവി എന്ന രീതിയിൽ, ഒരു മനുഷ്യരെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ പ്രതീകാത്മകമായി യുവാക്കളെ ഇറക്കും ബഹുമാനപ്പെട്ട പിണറായി എന്ന് തന്നെ കരുതിക്കൂടെ? 100%. കെ സി വേണുഗോപാലും AICC ഇതിനോടകം തന്നെ വ്യക്തമാക്കിയല്ലോ, 50%, തീർച്ചയായിട്ടും 50% യുവാക്കളും വനിതകളുമായിരിക്കും എന്നുള്ള റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ ചിന്തൻ ശിബറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യമായി രാജസ്ഥാനിൽ വെച്ച് നടക്കുമ്പോൾ ഞാനും ആ ചിന്തൻ ശിബറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ഇവിടെ വയനാട് അത് ആദ്യത്തെ ചിന്തൻ ശിബിർ നടക്കുന്ന AICCയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ വെച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ?